ആരുടെ ജീവിതവും എളുപ്പമുള്ളതല്ല അല്ലേ? എല്ലാവരുടെ ജീവിതത്തിലും കഷ്ടകാലങ്ങൾ വരും. പക്ഷെ ആ കഷ്ടകാലങ്ങളിലെ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണത്, അത് നമ്മളെ മാറ്റണോ അല്ല നമ്മൾ ആ സിറ്റുവേഷനെ മാറ്റണോ, അതിലാണ് കാര്യമുള്ളത്. അതിനെ പറ്റിയിട്ടുള്ളൊരു കഥയാണ് ഞാനിന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോണത്. ഈ കഥയിൽ ഒരു ദഹനക്കാരൻ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ മകള് വന്നിട്ട് ഷെഫാവാൻ വേണ്ടി പഠിക്കുകയാണേ. അപ്പോൾ മോൾക്ക് ഭയങ്കര കംപ്ലയിൻറ്റ്. അച്ഛാ, എനിക്ക് കാലത്ത് മുതൽക്ക് വൈകുന്നേരം വരെ നിന്ന് മതിയായി അച്ഛാ, അടുപ്പത്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, കയ്യിലൊക്കെ മസിൽ വന്നു, രാത്രി കിടന്നാൽ ഉറങ്ങാനേ പറ്റുന്നില്ല, പക്ഷേ എനിക്ക് വയ്യ, എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാണ്. അച്ഛനാണെങ്കിൽ ഒരു സാധാരണ ദഹനക്കാരനാണ്. അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് അറിയണ മാതിരിയല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മോളുടെ അടുത്ത് അടുക്കളയിലോട്ട് വരാൻ പറയും. എന്നിട്ട് മോളുടെ അടുത്ത് 3 പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കാൻ പറയും. എന്നിട്ട് 3ലും ഓരോ സാധനങ്ങൾ ഇടാൻ പറയും. ഒരെണ്ണത്തിലൊരു ക്യാരറ്റ്, ഒരെണ്ണത്തിലൊരു എഗ്ഗ്, 3ാമത്തതിൽ കുറച്ച് കാപ്പിപ്പൊടി തൂവി വയ്ക്കാൻ പറയും. 10 മിനിറ്റ് വെള്ളം തിളച്ചതിന് ശേഷം അച്ഛൻ പറയും, ആ ക്യാരറ്റും ആ എഗ്ഗും വേറെ വേറെ ബൗളിലോട്ട് മാറ്റി വെച്ചേക്ക്, ആ കാപ്പിയില്ലേ അരിച്ച് 2 കപ്പിലോട്ട് ഒഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകാമെന്ന്. മോള് അച്ഛൻ പറഞ്ഞ മാതിരി അനുസരിക്കും. എന്നിട്ട് അച്ഛൻ 1 കപ്പ് കാപ്പി മോളുടെ കയ്യിൽ കൊടുത്തിട്ട് ചോദിക്കും, അപ്പോൾ മോളെ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നീ മനസ്സിലാക്കിയോ? മോള് പറയും, ഇല്ല അച്ഛൻ, എനിക്ക് മനസ്സിലായില്ല, എന്താ ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ അച്ഛൻ പറയും, ഞാൻ പറഞ്ഞുതരാം. 3 കാപ്പിയാണെങ്കിലും ക്യാരറ്റാണെങ്കിലും എഗ്ഗാണെങ്കിലും ഒരേ കഷ്ടകാലം വഴിയാണ് പോയിരിക്കുന്നത്, ചൂടുവെള്ളം. പക്ഷെ 3 വഴിക്കാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത്. ക്യാരറ്റ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, പക്ഷെ അത് തിളച്ച വെള്ളത്തിൽ വീണപ്പോൾ പിതുപിതാന്ന് സോഫ്റ്റായി. മുട്ടയാണെങ്കിലോ പുറത്തിലത്തെ തോടൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്, പക്ഷെ അകംഭാഗം കല്ലിച്ചു പോയി. പക്ഷേ ഈ കാപ്പീനെ നോക്കിയേ, അതിൻ്റെ സ്വന്തം ഫ്രേഗ്രൻസും എസൻസും ഈ ചൂടുവെള്ളത്തിന് കൊടുത്തിട്ട് നമ്മളിതാ അത് ആസ്വദിച്ച് ഇതാ ഇവിടെ കുടിക്കാൻ പോണു. ഇത് കേൾക്കുമ്പോൾ മോക്ക് മനസ്സിലാവും, ഓ, ലൈഫിൽ കഷ്ടകാലം വരും, പക്ഷെ ദ വേ വി റിയാക്ട് ടു ഇറ്റ്, നമുക്ക് ഒന്നിലെ ക്യാരറ്റ് ആവാം, അല്ലെങ്കിൽ മുട്ടയാവാം, അല്ലെങ്കിൽ കാപ്പിയാവാം. ഏതാവണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. കഷ്ടകാലം വരും പോവും, പക്ഷെ ദ വേ വി ചേഞ്ച് ആർ സെൽസ്, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് മോൾക്ക് മനസ്സിലാവും. ഈ കഥയിൽ നിന്ന് നമുക്കും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ? ദിസ് ഇസ് എ വെരി ഫേമസ് ഇംഗ്ലീഷ് സ്റ്റോറി നോൺ ആസ് ദ ക്യാരറ്റ്, ദ എഗ് ആൻഡ് ദ കോഫി. അത് ഞാൻ എൻ്റെ രീതിയിൽ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നു മാത്രം. അപ്പോൾ വിഷിംഗ് യു ഓൾ എ വെരി ഗ്രേറ്റ് വീക്കെൻഡ്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എറണാകുളത്തപ്പ ശരണം.